നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. വിഷമിക്കണ്ട, മറ്റാരും മനസ്സിലാക്കിയില്ലെങ്കിലും എനിക്കറിയില്ലേ തന്നെ, ഞാനുണ്ട് തന്റെ കൂടെ. ഭയപ്പെടണ്ട, പ്രതിസന്ധികളിലൊന്നും തളർന്നു പോകരുത്. ഞാനും എൻ്റെ സ്നേഹവും നിന്റെ കൂടെ തന്നെ ഉണ്ട്. പേടിക്കണ്ട, ഇന്ന് കുറ്റപ്പെടുത്തുന്നവരൊക്കെ നാളെ നിന്നെക്കുറിച്ച് നല്ലത് പറയും. നാണില്ലാത്തവള് വീണ്ടും കയറി വന്നിരിക്കുന്നു. ആനക്കള്ളി വീണ്ടും ഇങ്ങോട്ട് വന്ന് കയറാൻ അവൾക്ക് അത്രയും ധൈര്യോ? സ്നേഹം കൊടുക്കാൻ ഇവിടെ ആളുള്ളപ്പോ പിന്നെ വരാതിരിക്കൂ. കണ്ടിട്ട് രണ്ടും കൽപ്പിച്ചുള്ള മട്ട. ഈ സെക്കൻഡില് അവൾ ഇവിടെ ഇറങ്ങി പോണം. ഇനി ഈ പടി ചവിട്ടി അവളെ വരാൻ പാടില്ല. നിക്കടി അവിടെ. നീ ഇതെവിടേക്കാ? ഇനിയും വിലപിടിപ്പുള്ള സാധനങ്ങൾ ഇവിടെയുണ്ട്. അത് മോഷ്ടിക്കാൻ വേണ്ടിയാണോ? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് കൃത്യമായിട്ട് മാഡത്തിന് അറിയാം. പിന്നെ മാഡത്തിനെ പോലെ ഒരാൾക്ക് ചേരുന്നതല്ല ഇത്തരം തരം താണ കളികൾ. ഞാൻ എന്ത് കളി കളിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. നീ നല്ല ഗെയിമറാ. എതിരാളിയെ തോൽപ്പിക്കുക എന്നത് മാത്രമാ എന്റെ ലക്ഷ്യം. അതായത് നിന്നെ തോൽക്കണമെന്ന് ഞാൻ വിചാരിച്ചാലല്ലേ തോൽക്കൂ. ഇപ്പൊ മുഖത്ത് നോക്കി മറുപടി പറയാൻ തന്നെയാ ഞാൻ വന്നത്. അവളുടെ അഹമ്മതി കണ്ടില്ലേ? മഹാകള്ളിയാ. തോളിലിരുന്ന് ചെവി കടിക്കുന്നവരും കൂടെ നിന്ന് കട്ടുമുടിക്കുന്നതും ആരാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പൊ അത്തരം വിശേഷണങ്ങളും അലങ്കാരങ്ങളും എന്റെ തലയിൽ വെച്ചു കേട്ടാ നിക്കണ്ട. ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് നിങ്ങക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഈ വീട്ടിലുള്ള സ്വർണ്ണാഭരണം എന്റെ വീട്ടിൽ എങ്ങനെ എത്തി എന്നും എനിക്കറിയാം. സ്വയം ഇങ്ങനെ ചെറുതാവും. ശത്രുവിനെ നേരിടാം. അത് പക്ഷെ നേർക്ക് നേരെ നിന്ന് മുഖത്തോട് മുഖം നോക്കിയായിരിക്കണം. ഇപ്പൊ നിങ്ങൾ കാണിക്കുന്നത് നിഴൽക്കൂത്ത. അത് കണ്ട് ദേവിക അങ്ങനെ തളർന്ന് തോറ്റു പോകത്തൊന്നുമില്ല. എനിക്കൊന്നും സംഭവിക്കത്തുമില്ല. നിക്കടി അവിടെ. നിന്നെ അങ്ങനെ അങ്ങ് പറഞ്ഞുവിടാൻ പറ്റില്ലല്ലോ. ഒരു വർഷത്തെ ശമ്പളം എന്റെ അച്ഛൻ ഔദാര്യമായി നിനക്ക് തന്നു. ഇത് എന്റെ വക കോമ്പൻസേഷൻ. ഇറങ്ങിക്കോ. ഒരു മോഷണ കേസിലെ പ്രതി എന്റെ മോളെ പഠിപ്പിക്കാൻ ഇനി വരണ്ട. പണം ബഹുമാനിക്കാനുള്ളതാ.
മാഡത്തിന്റെ ഈ പണം എനിക്ക് ആവശ്യമില്ല. ഞാനിത് അടുക്കിയെടുത്ത് കണ്ണിൽ വെച്ച് തൊട്ട് തൊഴുത് തിരിച്ചു തരുന്നത് മാഡത്തിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. കാണുമ്പോ കടലാസ് ആണെങ്കിലും ഒരുപാട് വിലയുണ്ട് ഇതിന്. എനിക്കറിയാം, എന്റെ ഭർത്താവ് ആശുപത്രിയിൽ കിടന്നതുൾപ്പെടെ. ഗ്യാപ്പ് ഫില്ല് ചെയ്യാനാണല്ലോ നീ ഈ പണിയൊക്കെ ചെയ്യുന്നത്. ഛേ, എനിക്ക് നിങ്ങളോട് ബഹുമാനമുണ്ട്, ഇഷ്ടമുണ്ട്. നിരഞ്ജൻ ഡോക്ടറിന്റെ ഭാര്യയാണെന്നുള്ള പരിഗണനയുണ്ട് എന്ന് കരുതി നാക്കുകൊണ്ട് ചാട്ടവാർ അടിക്കാന്ന് കരുതിയാ എനിക്ക് പിന്നെ തിരിച്ചു പറയേണ്ടി വരും. ഇനി എന്തായാലും അക്ഷരം വീട്ടിൽ അധ്യാപികയായി ദേവിക വരില്ല. ഈ പൈസ മാഡം തന്നെ കയ്യിൽ വെച്ചോ. കണ്ടില്ല അവളുടെ അഹങ്കാരം, കാശ് കിട്ടിയിട്ട് വേണ്ടാന്ന്. ഈ പൈസ കൊണ്ടേ നല്ല ഒന്നാന്തരം സോഡ സർബത്ത് വാങ്ങി അപ്പച്ചി കുടിക്കേ, ഇച്ചിരി ഉഷ്ണ ശമിച്ച് കിട്ടും. ഡേ, ദിവ്യാൻജി, ദേ, പോവാണോ ദിവ്യാൻജി? പോണം മോളെ. എന്റെ അനുഗ്രഹം മൊത്തം മോൾക്ക് തന്നിട്ടാ ഞാൻ പോകുന്നത്. എന്റെ പൊന്നുമോള് നന്നായിട്ട് പഠിക്കണം. ഓ ഓ. ചാവുന്നിടം വരെ ഇവിടെയൊക്കെ തന്നെ കാണും ഞാൻ. പൊരുതാൻ തീരുമാനിച്ച പിന്നെ പൊരുതി അങ്ങ് ജയിച്ചേക്കണം. അതാ എന്റെ തീരുമാനം. എന്നാ പിന്നെ പോട്ടെ മാഡം.